നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞ സംഭവം പല പ്രമുഖ മാധ്യമങ്ങളും വാർത്തയാക്കിയിരുന്നു. വടക്കന്തറയിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നതിനിടെയാണ് BJP കൗൺസിലർ സിന്ധു രാജന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥാനാർത്ഥിയെ തടഞ്ഞുവെച്ചത്. യാതൊരുവിധ പ്രകോപനവുമില്ലാതെയാണ് തന്നെ തടഞ്ഞതെന്നാണ് രമേശ് പിഷാരടി മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഒരു കാരണവുമില്ലാതെ വോട്ട് ചോദിച്ചു വരുന്നവരെ തടയാൻ മാത്രമുള്ള മാനസിക വൈകല്യമൊന്നും BJPക്കാർക്കുണ്ടെന്ന് തോന്നുന്നില്ല. സംഭവം പിഷാരടിക്ക് അറിയാമെങ്കിലും അറിയില്ല എന്ന് അഭിനയിക്കുന്നിടത്താണല്ലോ അഭിനേതാവിന്റെ പ്രകടനം ശ്രദ്ധിക്കപ്പെടുക. വടക്കന്തറയിൽ പിഷാരടിയെ തടഞ്ഞതിൽ ശോഭാ സുരേന്ദ്രൻ വ്യക്തമായ വിശദീകരണം കൊടുക്കുന്നുണ്ടെങ്കിലും പിഷാരടിയും സംഘവും അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല. പിഷാരടി നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിന്റെ പേരിലാണ് തടഞ്ഞതെന്നാണ് ശോഭയുടെ വിശദീകരണം. നാട്ടിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ അത് പീഡിപ്പിച്ച ആളുകളുടെ വ്യക്തിപരമായ കാര്യമല്ലേ, അതിൽ നമ്മൾ എന്തിനാണ് പ്രതികരിക്കുന്നത് എന്നായിരുന്നു രമേശ് പിഷാരടിയുടെ വാക്കുകൾ. യുവനടിയുടെ പീഡന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് പിഷാരടിയുടെ ഇത്തരത്തിലുള്ള പ്രതികരണം. കഴിഞ്ഞ ദിവസം പാലക്കാട് പ്രസ് ക്ലബിൽ നടന്ന മീറ്റ് ദ പ്രസിലും രാഹുൽ മാങ്കൂട്ടം, കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് എന്നിവർ നടത്തിയ പീഡനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തിപരമായ വിഷയമെന്നായിരുന്നു പിഷാരടിയുടെ പ്രതികരണം. പിഷാരടി ഈ പറഞ്ഞത് അംഗീകരിക്കാനാകുമോ? UDF സ്ഥാനാർത്ഥിയുടേത് വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന സമീപനമാണെന്നാണ് BJPക്കാർ പറയുന്നത്. ഇന്നലെ വൈകിട്ടോടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ സൗത്ത് മേഖലയിൽ പര്യടനം നടത്തുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത്. BJP കൗൺസിലർ സിന്ധു രാജന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പ്രവർത്തകരാണ് സ്ഥാനാർത്ഥിയെ തടഞ്ഞുവെച്ചത്. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് തന്നെ തടഞ്ഞതെന്നായിരുന്നു രമേശ് പിഷാരടിയുടെ പ്രതികരണം. ജനാധിപത്യ സംവിധാനത്തിനെതിരെയുള്ള നടപടിയാണ് ഉണ്ടായത്. സഞ്ചാര സ്വാതന്ത്ര്യം ഉൾപ്പെടെ തടഞ്ഞു. വോട്ട് ചോദിക്കാനുള്ള അവകാശമാണ് നിഷേധിച്ചത്. ഇത്തരം ഭീഷണികൾ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നും നിയമ നടപടിയുമായി ഇപ്പോൾ പോകാൻ ഉദ്ദേശമില്ലെന്നും രമേശ് പിഷാരടി പറയുകയാണ്. സംഭവം രാഷ്ട്രീയ കേരളത്തിൽ വലിയ വിഷയമാക്കി വോട്ട് ബാങ്ക് സേഫാക്കാനുള്ള പണികൾ കോൺഗ്രസിൽ തുടങ്ങിക്കഴിഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇത് രാവിലെ തന്നെ UDF പ്രവർത്തകർ തെരുവിലിറങ്ങും. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ യോഗങ്ങളും പന്തം കൊളുത്തി പ്രകടനവും സംഘടിപ്പിക്കും. വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന പിഷാരടിയുടെ സമീപനം ശരിയല്ല എന്ന BJP വാദം ശരിക്കും ന്യായമല്ലേ? ഇരയ്ക്കൊപ്പം അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുകയും പരസ്യമായി പറയാൻ പേടിക്കുകയും ചെയ്യുന്ന ഒരു നേതാവിനെയാണോ പാലക്കാട്ടുകാർക്ക് വേണ്ടത്? പാലക്കാട് സംഭവത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്ന് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ മറഞ്ഞു പോകുന്ന സാഹചര്യവുമുണ്ട്. വോട്ട് ചോദിക്കാനെത്തിയ സ്ഥാനാർത്ഥിയെ തടഞ്ഞത് ശരിയാണോ? അതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ് എന്നതിൽ വ്യക്തത വരേണ്ടതും അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ പൊതുപ്രതികരണങ്ങളിൽ ഉത്തരവാദിത്തവും സംയമനവും രാഷ്ട്രീയ നേതാക്കൾ കാത്തുസൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ജനാധിപത്യത്തിൽ വോട്ടർ തന്നെയാണ് അന്തിമ വിധികർത്താവ്. സംഭവങ്ങളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞ് ആരാണ് ശരിയെന്നും തെറ്റെന്നും തീരുമാനിക്കുന്നത് ജനങ്ങളായിരിക്കും.